രാവിലെ എഴുന്നേറ്റ ഉടനെ കാണുന്നൊരു വ്യൂ ആണിത്. ഓക്കെ, അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മളിവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് സാന്റോറിനിൽ. ഇവിടെ നമ്മൾ പിന്നെ വേറൊരു ഐലൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അധികം വൈകിക്കുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ് ഇവിടുന്ന്. ഞാൻ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ബാക്കി ഇതാണ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് കുളിച്ചൊന്ന് ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുക. ബാക്കി പരിപാടീസൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 11 മണിയാണെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യണം. നല്ല വ്യൂ അല്ലേ? ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഇന്നലെ എവിടെ ഇരുന്ന് നമുക്ക് ഈ സീറ്റാണ് കിട്ടിയപ്പോൾ. വ്യൂ ഉണ്ട്, നമ്മുടെ കൽഡേറ വ്യൂസ്. അതാണ് നമ്മുടെ റൂം. അവിടെ കണ്ടോ, ഈ താഴെ കാണുന്നത്. ചന്തപ്പം വരും. ഓൾറെഡി കുറേ ഇങ്ങനെ ജാം, ഷുഗർ, പെപ്പർ അങ്ങനത്തെ സാധനം വെച്ചിട്ടുണ്ട്. ഇത് ക്രീമാണ് കോഫിയിൽ ഒഴിക്കാൻ. ബാക്കി വരുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഈ വ്യൂ ഓൾറെഡി കുറേ തവണ കാണിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും എനിക്കിത് ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ്, ഒന്നുകൂടെ ഇത് കാണിക്കാണ്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കാണിക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ വ്യൂ എല്ലാം കണ്ടിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രെഡ് ഉണ്ട്, മഷ്റൂം, ബേക്കൺ, സോസേജ്, ഓംലെറ്റ്, മിൽക്ക്. യുവർ നെയിം? ഹലോ. ഹായ്. കോൺഫ്ലെക്സ്, chocos, juices. Okay, I'll do one thing. Yeah, there is no space left. This is yogurt. So here usually people eat the yogurt after or before, like start of the breakfast. Like when do you eat the yogurt? It's like after. No. Yes, After. Okay. So this is the breakfast. This is a view. In the coffee? Yeah. So okay. അടുത്ത് ഷെയറിൽ വെച്ചിരിക്കുക. യെസ്. ശരി, അപ്പോൾ കഴിച്ചു തുടങ്ങാം. ചന്തപ്പെത്തും ഇവിടെ കഴിച്ചു തുടങ്ങാം. ഫസ്റ്റ് കുറച്ച് മഷ്റൂംസ് എടുക്കാം. സ്ഥലമില്ലാത്തതുകൊണ്ട് ബാക്കി ചോക്കോസ് പാലോട് വെച്ചിട്ട്. ആദ്യം ബട്ടർ തേക്കും, എന്നിട്ട് അതിൻ്റെ കുറച്ച് ജാമ് തേക്കും, കുറച്ച് മുട്ടയും വയ്ക്കും. സോ ഇത് എൻ്റെ ഒരു വിയേർഡ് കോംബോ ആണെന്ന് പറയേണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഇപ്പോൾ എനിക്ക് ഈ മധുരവും ഉപ്പും എരിവും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രെഡിൻ്റെ പുറത്ത് കുറച്ച് ജാം, കുറച്ച് ബട്ടർ, പിന്നെ വല്ല ഉള്ളി റോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കഴിക്കുക. ഇത് എപ്പോൾ കഴിക്കുമ്പോഴും ചന്ത വയ്ക്കുന്നത് എന്തൊരു വിയേർഡ് സാധനമാണ് കഴിക്കുന്നത്, പക്ഷെ എന്നാൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബ്രെഡൊക്കെ കഴിച്ചതിൻ്റെ കഥ പറഞ്ഞ് അവസാനം നമ്മളിപ്പോൾ എവിടെത്തി? മാർക്കറ്റിലെത്താറായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി ചെക്കൗട്ട് ചെയ്യുന്ന 11 മണിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി. അപ്പോൾ നമ്മൾ കരുതി കുറച്ച് നേരം കൂടി ഇവിടെ എല്ലാം ഒന്നുകൂടെ കറങ്ങി നടന്നിട്ട് ഇന്നലെ പോവാത്ത ഡയറക്ഷനിൽ, ഇന്നലെ പോയത് ലെഫ്റ്റ് ഡയറക്ഷനിൽ തോന്നുന്നു, അപ്പോൾ ഇന്ന് നമ്മൾ റൈറ്റ് ഡയറക്ഷൻ, അതായത് ആ ഡയറക്ഷനിലും കൂടി പോയിട്ട് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്കിനി ചെന്നിട്ട് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. You should walk faster. You're much younger than us, but you are taking baby steps. അങ്ങനെ
അങ്ങനെ വഴി കൂടെ പോയൊരു അങ്കിൾ അപമാനിച്ച് വിട്ടു. ബേബി സ്റ്റെപ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിവേസ് അത് വിടും. അപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, ഇന്നലെയൊക്കെ നമ്മൾ ആ സ്റ്റെപ്സിൽ പോകുന്ന സമയത്ത് ഭയങ്കര വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് നടന്നു. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് ഏതാണ്ട് കേബിൾ കാർ എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ആ ഭാഗം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വീഡിയോയിൽ തന്നെ കുറേ തവണ ഇങ്ങനെ ദീർഘശ്വാസം വിടുന്ന കേൾക്കുമായിരിക്കും. കാരണം മിക്ക സ്ഥലത്ത് നമുക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങുക ഇത് മാത്രമേ ഉള്ളൊരു പരിപാടി. അപ്പോൾ നമ്മളിപ്പോൾ പോയി ഇനിയിപ്പോൾ കേബിൾ കാർ എടുക്കുന്ന സ്ഥലത്തോട്ടാണ് എത്തിക്കുന്നത്. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കയറാൻ പ്ലാനില്ല. പ്ലാൻ ഉണ്ടോ? എന്നാൽ ഇങ്ങോട്ട് തിരിച്ചു പോരും. ചൂടും അങ്ങോട്ട് പോയാൽ കേബിൾ കാർ എത്തുമായിരുന്നു. പക്ഷെ നമ്മൾ ആ ഡിസിഷൻ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യാൻ പോകണോ? സൊവനീഴ്സ് വാങ്ങാൻ പോകുന്നു. യെസ്, ആണ് മോർ എക്സൈറ്റിംഗ്. കേബിൾ കാർ നമ്മളെല്ലാവരും കയറിയിട്ടുള്ളതാണ്. സൊവനീഴ്സ് ആയിട്ട് കാത്തിരിക്കും രണ്ടാളും. പൂച്ചനെ കണ്ടോ? പൂച്ചനെ ഗ്രീക്കിൻ്റെ എന്താണ് പൂച്ചയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ്? പൂച്ചയും ഗ്രീക്കും നമ്മൾ എന്താ ബന്ധം? ഈജിപ്ഷ്യൻസും ക്യാറ്റ്സും ഭയങ്കര ബന്ധം. നമ്മുടെ റെസ്റ്റോറൻറ്റോ സോറി ഇവിടെ വന്ന് ലഞ്ച് കഴിക്കുന്നു. ഫിക്സ് ചെയ്തു. അതൊരു ചർച്ച. അവിടെ തണുപ്പുണ്ട്. സണ്ണുണ്ട്. ചർച്ചാണ്. ലൈറ്റ് കത്തിക്കുന്ന ആദ്യം മോൾക്ക് ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ് വാങ്ങിയാൽ ഇഷ്ടപ്പെടുമായിരിക്കും. നമ്മൾ സൊവനിയേഴ്സ് വാങ്ങിയതിന് ശേഷം പിന്നെ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ ലഞ്ചിന് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ കറി, അത് ചിക്കൻ മഷ്റൂം കറിയും പിന്നെ റൈസും പിന്നെ ഒരു ഗ്രീക്ക് സാലഡും ആയിരുന്നു. അപ്പോൾ ഈ ഡെസേർട്ട് കണ്ടോ? ഈ ഡെസേർട്ടിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ റൈസും മഷ്റൂം ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സോൾട്ടി ആയിരുന്നു. എന്നുവെച്ചാൽ നമുക്കിങ്ങനെ കഴിക്കാനേ പറ്റാത്തതായിരുന്നു. പക്ഷെ ആദ്യം ഞാൻ കുറച്ച് ട്രൈ ചെയ്തു, വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് കഴിക്കാൻ നോക്കി. പക്ഷെ അത് ഹാഫ് ആയപ്പോഴേക്കും, ഹാഫ് 25% കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വേസ്റ്റ് ആയിപ്പോയി. എന്നിട്ട് ഇവർ വന്നപ്പോൾ ഞാൻ അതിന് ബില്ല് എന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഫീഡ്ബാക്ക് പോലെ പറഞ്ഞു, ഇത് കറി ഭയങ്കര സോൾട്ടി ആയിരുന്നു. അപ്പോൾ പറഞ്ഞു സോറി, ലൈക്ക് എന്താ നേരത്തെ പറയാൻ ഞാൻ അങ്ങനെയൊക്കെ. എന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതായിരുന്നു ഡെസേർട്ട്. അതിൻ്റെ പുറമെ അവർ നമുക്ക് ഈ ബില്ലിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്രൈസേ കട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദേ ആർ ലൈക്ക് എന്താ പറയുക, ഭയങ്കര സർവീസ് ഓറിയൻറ്റഡ് ആയിരുന്നു. വെച്ചാൽ അവരുടെ സർവീസാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്, ബാക്കി പൈസേനേക്കാൾ ഇതൊക്കെ ഒരു പ്രത്യേക ക്വാളിറ്റിയാണത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ലഞ്ച് സ്റ്റോറി. നമ്മളിപ്പോൾ ഈ നേരെ പോകുന്നത് ഫിറ പോർട്ടിലോട്ട്. ഇനി ഫിറ പോർട്ടിൽ നിന്ന് നമുക്ക് ഹെറാക്ലിയോണുകളുടെ
കപ്പലാണ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു 1-1.5 മണിക്കൂറിൻ്റേതുള്ളൂ. ഫാസ്റ്റ് ഫെറിയാണത്. ഒരു 3:30 എടുത്തു കഴിഞ്ഞാൽ 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. അപ്പോൾ നേരത്തെ ആ കാണുന്ന സൈഡിലാണ് ബ്ലൂ സ്റ്റാർ ഫെറീസിൽ, അതാണ് നമ്മൾ ഏതൻസിൽ നിന്ന് ഈ സാൻറ്റോണിയിലോട്ട് വരുമ്പോൾ വന്നത്. ആൻഡ് ഇപ്പോൾ കാണുന്ന ഈ CH8 ഇതാണ് ഫെറിയാണ് നമ്മളിപ്പോൾ ഹെറാക്ലിയോട്ട് എടുക്കുന്നത്. അത് കുറച്ചും കൂടി ഫാസ്റ്റ് ഫെറിയാണ്. അതൊരു 1 മണിക്കൂർ മാക്സിമം 1.5 മണിക്കൂറിൽ നമ്മൾ ഹെറാക്ലിയോട്ടിലെത്തും. അപ്പം നമ്മുടെ ഫെറി ടൈം 3:30 ആയിരുന്നു. അപ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ അത് എത്തി. പിന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മളെല്ലാവരും അങ്ങോട്ട് കയറും. പിന്നെ അത് കഴിഞ്ഞ് നമുക്കവിടെ ലഗേജ് എല്ലാം പ്രോപ്പറായിട്ട് വെക്കണം. അത് അവർ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ളതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എവിടേക്കാണ് ലൊക്കേഷൻ. അപ്പോൾ അതനുസരിച്ചിട്ട് ഹെറാക്ലിയോൻ്റെ സ്ഥലത്തിന് നമ്മുടെ ലഗേജ് എല്ലാം വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലിൽ കുറച്ചുകൂടെ സീറ്റ്സ് റിസർവ്ഡ് ആയിരുന്നു. നമ്മൾ ബ്ലൂ സ്റ്റാറിൽ വന്നപ്പോൾ അങ്ങനെ റിസർവ്ഡ് സീറ്റല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ സ്പെസിഫൈഡ് സീറ്റ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് നമ്മുടെ സീറ്റെല്ലാം തപ്പി അവിടെ പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ 1-1.5 മണിക്കൂർ ഇതിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്യാം. ഫെറിക്കകത്ത് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നെറ്റ്വർക്ക് ഇല്ലാണ്ട് സാഡായിട്ടിരിക്കുന്ന ചന്തുവിൻ്റെ ഒരു കോൺവെർസേഷൻ കാണാം. നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ സഹായിച്ചതെന്നാണ് ഇന്റർനെറ്റല്ലേ. നീ കമ്പയർ ചെയ്യാൻ നമ്മുടെ സ്നേഹം ഇന്റർനെറ്റിലൂടെയാണ് വന്നത്. അതുകൊണ്ട് കൂടുതൽ സ്നേഹം അറിയാം, എന്നെയാണോ ഇന്റർനെറ്റിനെയാണോ? എന്നെ ഇഷ്ടമാണ് ഇല്ലെന്ന്, പക്ഷേ നമ്മൾ ഇന്റർനെറ്റ് നമ്മളില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം ഇല്ലാണ്ടിരിക്കുന്നത് ആണിട്ട്. അപ്പോൾ എന്തായാലും ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയില്ലെങ്കിലും നെറ്റ് എന്ന സമയത്ത് ആൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധിക സമയം കഴിയാണ്ട് തന്നെ നമ്മളവിടെ ലാൻഡ് ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂർ തന്നെ ലാൻഡ് ചെയ്തു ഹെറാക്ലിയോണിൽ. അപ്പോൾ ഹെറാക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസിൽ തന്നെ ബിഗ്ഗസ്റ്റ് ഐലൻഡ് ആയിട്ടുള്ള ക്രെറ്റ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. എന്നുവെച്ചാൽ അത് ഹെറാക്ലിയോൺ, റെത്തിബ്നോ, ചാനിയ, അങ്ങനെ ഈ 3 സ്ഥലമാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് 4 ചാനിയയിൽ നിന്ന് റെത്തിബ്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ റെത്തിബ്നോട്ടല്ല, ആക്ച്വലി ഹെറാക്ലിയോട്ട് വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഇന്ന് രാത്രി ഹെറാക്ലിയോണിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ അവർ വരുമ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് റെത്തിബ്നോട്ട് പോകാൻ നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിത്തേക്ക് വേണ്ടി മാത്രം ഇവിടെ അടുത്തുള്ളൊരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ട് ഹെറാക്ലിയോൺ ടൗണിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ എയർബിഎൻബിക്ക്. അപ്പോഴേക്കും നമ്മുടെ ഊബർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, കുറേ സീ റിലേറ്റഡ് ജോലിയും പിന്നെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പറയാം, ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് നേരെ എയർബിഎൻബിയിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. ഈ കാണുന്നത് നമ്മുടെ ഏതാണ്ട് ഹെറാക്ലിയോൺ ഓൾഡ് ടൗണിൻ്റെ പാർട്ടായിട്ട് വരും, ഹാർബർ ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള ഫിഷിങ് ബോട്ടെല്ലാം കാണാം, അല്ലെങ്കിൽ പാസഞ്ചർ ബോട്ട്സ് തന്നെ. സോ മെയിൻലി ഇത് മൊത്തം സറൗണ്ടഡ് ബൈ സീ ആണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ വേവ്സും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ബാക്കിയുള്ളടത്ത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഒരു ദിവസം ഇവിടുത്തെ സൺസെറ്റ് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അതെന്തായാലും കാണുന്ന ദിവസം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മൾ എന്തായാലും അവിടെ എയർബിഎൻബിയിലെത്തി. ഇനി എയർബിഎൻബിൻ്റെ ഒരു ടൂറാവും. ഫ്രൂട്ട്സ് ഉണ്ടോ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഫ്രൂട്ട്സ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. കൊച്ചിനെ കിടത്താലോ? ഫ്രിഡ്ജും ഉണ്ട്, കോഫി, ഷുഗർ എല്ലാം ഉണ്ട്. കിച്ചൺ സെറ്റപ്പ് എല്ലാം ഉണ്ട്. വാഷിംഗ് മെഷീൻ, ഹെയർ ഡ്രയർ ഉണ്ട്. ഇതിനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും. ഇത് ഡിഷ് വാഷർ അല്ലേ? ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ. ഓ, ഗ്രേറ്റർ എല്ലാം ഉണ്ട്, കട്ടിംഗ് ബോർഡ്. So this is the living room. TV കാണാം, TV. വിശാലമായി കിടക്കാൻ പറ്റുന്ന ലിവിംഗ് റൂം ആണല്ലോ. ഇത് ബെഡ്റൂം. എന്നതാ? Oh, the bathroom is big. അവിടെ ഒരു ബാത്റൂം ഉണ്ട്. Oh, so they have 2 bathrooms actually. It's nice. റെട്ടയിലെ അപ്പാർട്ട്മെന്റ് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാം. മാഗി ഉണ്ടാക്കാം. മാഗി.
മാഗി കഴിക്കാം. ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് മാഗി കഴിക്കാൻ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഏതാണ്ട് നമ്മൾ ഗ്രീസിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ ഒന്ന് എന്താ പറയുക, നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങത്തില്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊരു കംഫർട്ട് ഫുഡായിട്ട് തോന്നിയ സംഭവമാണ് മാഗി. ചന്തുവിൻ്റെ ഐഡിയ ആയിരുന്നു മാഗി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും തരുന്നൊരു ടിപ്പ്, നമ്മൾ പുറത്ത് യൂറോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് മാഗി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡും കിട്ടാത്ത സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എന്തായാലും നമ്മളിനി നല്ല വിശപ്പുണ്ട്, അധികം വേഗാണ്ട് തന്നെ മാഗി കഴിക്കാം. മാഗിക്ക് ഇത്രയും ടേസ്റ്റ് തോന്നിയത് ആദ്യമായിട്ടാണ്. ആൻഡ് ഇത് കുറച്ചുകൂടി ഹെൽത്തി വേർഷൻ ഓഫ് മാഗി ആയിരുന്നു, ആട്ട മാഗിയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അവിടെ അടുത്ത് നമുക്ക് ചായ ഉണ്ടാക്കാനും, പിന്നെ ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ടീയും പിന്നെ കോഫി മെഷീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കോഫിയും ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും വെച്ചിട്ട് ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ ഇതായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ് നമ്മളിവിടെ കിടന്നുറങ്ങി നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ നമുക്കിനി നാളെ രാവിലത്തെ കാര്യങ്ങൾ കാണാം. നമുക്കിവിടെ ലഗേജ് വെക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ €4 കൊടുക്കണം. കാർഡ് എന്തെങ്കിലും ടാപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കോയിൻ ഇടുക. അപ്പോൾ ഇതിൽ ഒരു ടോക്കൺ വരും. ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടോക്കൺ എടുത്തിട്ട് ആ ടോക്കൺ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. അപ്പോൾ നമ്മൾ ഈ സ്പേസ് എടുത്തിരിക്കണം നമുക്ക് വേണ്ടി. ഇത് കയറുമോ? അതാണ് ടോക്കൺ. യാ, പെട്ടി കയറുമോ? കയറിയില്ലെങ്കിൽ സീനാകും. ആ, പെട്ടി കയറുന്നുണ്ട്. പക്ഷെ 3 പെട്ടി കയറൂല. അടുത്തതിന് രണ്ടാമത്തെ വീണ്ടും എടുക്കേണ്ടി വരും. നോ ഓപ്ഷനോ? സ്പേസ് വരും. അപ്പോൾ ആ കാര്യം എല്ലാം തുറക്കുക. വലിയ പെട്ടി ഉണ്ടെങ്കിൽ 2 ലോക്കർ എടുക്കേണ്ടി വരും. നിനക്കൊന്നു അതിനുള്ളിൽ വെക്കല്ലേ വേണ്ടത്? അടച്ചു. ഇനി നമ്മൾ ഈ സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. 88 to 87 എടുത്തു വന്നാൽ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ടാപ്പ് ചെയ്യാം. ഇതാണ് €4. അപ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ടാപ്പ് ചെയ്ത് കാണിക്കാം. ടോക്കൺ കിട്ടും. അപ്പം നമ്മൾ അടുത്തത് ഇതാണ്. കുറേ ലഗേജും കൊണ്ട് വന്നാലുള്ള പ്രശ്നം. സോ അല്ല, ആദ്യം ട്രോളി വെക്കുക, എന്നിട്ട് കുട്ടി ബാഗ് വയ്ക്കുന്നതായിരിക്കും ബാഗ് നല്ലത്. കമത്താൻ പറ്റുമോ നോക്കാം. കയറൂലേ? യാ, പെർഫെക്റ്റ്. ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് ആണ്. ഉച്ചയായിട്ടുണ്ട്, ഏതാണ്ട് 12 മണി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഗ്രീസിൽ. അപ്പോൾ നമ്മൾ സാൻറ്റോറിനി നേരെ ക്രീറ്റിലോട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ കുറേ ഈ ഹിസ്റ്ററി പരമായ കുറേ സംഭവങ്ങളുണ്ട്. ആർക്കിയോളജിക്കൽ മ്യൂസിയം, പിന്നെ എന്തൊക്കെയോ കുറേ മതിൽ, എന്തൊക്കെയൊക്കെ സംഭവമുണ്ട്. അത് നമുക്കെല്ലാം കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് ഷോപ്പിംഗ് സംഭവങ്ങളുണ്ട്. ഇവിടെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അവിടുത്തെയും പ്രൈസ് കമ്പാരിസൺ നോക്കാൻ പോകണം. സാൻറ്റോറിനിലാണ് വില കൂടുതൽ, ഇവിടെയാണ് വില കൂടുതൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കിയോളജി മ്യൂസിയത്തിലോട്ട് പോകുന്നതായിരിക്കും. ചലോ കാണാം. ചന്തുവിൻ്റെ കൺക്ലൂഷൻ കറക്റ്റായിരുന്നു. ഇവിടെ വിലക്കുറവ്. ഫ്രിഡ്ജ് മാഗ്നറ്റ് എവിടെ? എല്ലാം ഡോങ്കീൻ്റെ ആണ്. അത് €1.5. ഓ നോ അല്ല, 4 5 €5 കിട്ടുമായിരുന്നു. സാഡ്. ഞാൻ കുറേ പൈസ കൊടുത്തു. ഒരുപാട് പൈസ വെറുതെ പോയി. We'll go inside. ജലദോഷമാണ്. നടന്ന് എങ്ങോട്ട് എത്തുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, ഇവിടെ ഫുഡിൻ്റെ വില കുറവാണ് അവിടുത്തെക്കാളും. അവിടെ നമുക്ക് എല്ലാം ഒരു €15 ഒക്കെ വരുമായിരുന്നു. ഇവിടെ €10 ഉള്ളിൽ കിട്ടും അല്ലേ? വേറെന്താ മനസ്സിലാക്കിയ? ഫ്രിഡ്ജ് മാഗ്നറ്റ് അവിടെ നിന്ന് വാങ്ങരുത്. ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ട് കുറേ നീണ്ടു തോന്നി നടക്കണം, കുറേ നടക്കാനുണ്ട്.
€20. വേണോ നിനക്ക്? സ്വിസ് കോർണർ. ഓ, അമ്മയ്ക്ക് ഇങ്ങനത്തെ മാല വാങ്ങാനാണ് ഞാൻ പറഞ്ഞത്. അത്രയും വലുതോ? ആ, ഫുൾ ബാഗിൻ്റെ ഷോപ്പ്. ജ്വല്ലറി എനിക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. നമ്മളിവിടെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെയുള്ള സ്ട്രീറ്റ് എല്ലാം ഇങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോരോ ആർട്ട് വർക്കൊക്കെ നടക്കുന്നു. പിന്നെ കുറേയൊക്കെ ഷോപ്പിംഗ് ചെയ്തു. അപ്പോൾ ഒരു വലിയൊരു പട്ടിക്കുട്ടിനെ കണ്ടു. പിന്നെ അധികം സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവർ. അവനെ കണ്ടില്ല, അവനല്ല അൽത്താഫ്. ജർമ്മൻ ഫുഡ് കഴിക്കാൻ പറ്റും. ഗ്രീസിന് മെയിൻ ഫുഡാണ് ആൾക്കാരുടെ ഇവരാണ് ഡ്രൈവ് ചെയ്യണേ. ഇവനാണ് മെയിൻ ഡെസിഗ്നേറ്റഡ് ഡ്രൈവർ. യൂറോപ്യൻ ലൈസൻസ് ഉണ്ട്. കുഴപ്പമില്ല. കണ്ടപ്പോ കൂളിംഗ് ഗ്ലാസ് ഡയാനോട് ചോദിക്കാനുണ്ട്. വോയിസ് അയക്കേ ഡയാന എന്തെങ്കിലും കൂളിംഗ് ഗ്ലാസ് പറയുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് സോങ്ങും അതിപ്പോൾ കേട്ടോ വണ്ടിയിലിട്ടിരിക്കുന്ന പാട്ടും ഈ വ്യൂ എല്ലാം ഭയങ്കര മാച്ചിങ് ആണ്. പക്ഷെ അത് അധികം നേരം എനിക്ക് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് മ്യൂട്ട് ചെയ്ത് വെച്ച് വോയിസ് ഓവർ ചെയ്യേണ്ടി വരുവാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഫുൾ വ്യൂ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, പോകുന്ന വഴിയെല്ലാം. പിന്നെ അതിന് ശേഷം ഞാൻ വേറൊരു സംഭവം നോട്ട് ചെയ്തത്, കുറേ നാളുകൾക്ക് ശേഷം റെയിൻബോ കാണാൻ പറ്റി. അതായത് എന്താ പറയുക, ഒരു എത്ര കൊല്ലത്തിന് ശേഷം റെയിൻബോ കാണാൻ അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇവിടെ വന്ന് നമുക്ക് റെയിൻബോ കാണാൻ പറ്റി. ഇനി റെയിൻബോൻ്റെ കുറച്ചുകൂടി വൃത്തിക്കുള്ളൊരു വ്യൂവും കൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മൾ എന്തായാലും അധികം വേഗാണ്ട് എയർബിഎൻബി എത്തി. ഇത്തവണത്തെ എയർബിഎൻബിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ബീച്ച് വ്യൂ ഉള്ള ഒരു എയർബിഎൻബി എടുത്തിട്ടുണ്ടായിരുന്നു. കിടിലം വ്യൂ ആയിരുന്നു. തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു ബീച്ച്. ഒരു എന്താ പറയുക 5 മിനിറ്റ് അല്ല, ഒരു മിനിറ്റ് നടന്നാൽ തന്നെ നമ്മൾ ബീച്ചിലെത്തും. അപ്പോൾ നമ്മൾ ആദ്യം ചെന്നത് ബീച്ചിൻ്റെ വ്യൂ കാണാനാണ്. എന്നിട്ടാണ് നമ്മൾ ആക്ച്വലി റൂമിലോട്ട് പോയത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ബാഗെല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമിൽ വെച്ച ശേഷം CCTV ഒക്കെ ഒടിഞ്ഞ് നടക്കാനുള്ള എടുത്തോ. ആ യെസ്. വീഡിയോ ഓ നോ, ഈ ലഗേജ് എല്ലാം വെച്ച് കയറണ്ടേ. ഭയങ്കര സ്റ്റീപ്പ് സ്റ്റെപ്പാണല്ലോ. അവിടെ വെക്കാനായിരിക്കും. വണ്ടി കീ എടുത്തില്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് വ്യൂ? പൊളിയല്ലേ? എന്തായാലും ഈ വ്യൂ എന്തായാലും നൈസായിരുന്നു. നമുക്കിനി 2 ദിവസത്തേക്ക് നമുക്ക് എന്തായാലും ഈ വ്യൂ എല്ലാം കണ്ടുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം. ആൻഡ് നമുക്ക് നാളത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടുത്തുള്ള റെത്തിംനോ എന്ന് പറഞ്ഞ ഓൾഡ് ടൗണിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഇപ്പോൾ ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് മോർ ഓഫ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഗ്രീസിലെ മെയിൻ ഐറ്റമായിട്ടുള്ള കലമാരി, അതായത് നമ്മുടെ സ്ക്യുഡില്ലേ, അപ്പോൾ സ്ക്യുഡിൻ്റെ ഫ്രൈ, അതിനെ കലമാരി എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്യുഡ് കലമാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ മൊസാക്ക ഓർഡർ ചെയ്തു. പക്ഷേ മൊസാക്ക നമ്മൾ സാൻട്രോണിൽ കഴിച്ചായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങാം. ആൻഡ് നാളെ അടുത്ത വീഡിയോ, അതായത് റെത്തിമിലോട്ട് പോകുന്ന വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ ഗൈസ്.